कोई मुझे जंगली कहे। എടാ ബാബു ചേട്ടാ, ചോട്ടാ ബാബു തെറ്റിപ്പോവാണല്ലോ. എന്താണ് പരിപാടി ഇവിടെ? अरे काम करते भाई, मेरा सिखाओ भाई. ഇക്കാകോ ബാബു? സേട്ടാ എനിക്ക് പണിയൊന്നും അറിയില്ല സേട്ടാ, എന്നെ പഠിപ്പിക്കും സേട്ടാ. പണിയൊന്നും അറിയില്ലെന്ന്? നീ വന്നിട്ട് എത്ര ദിവസമായി? 6 മാസമായി സേട്ടാ, 6 മാസം. 6 മാസം കൊണ്ട് നീ മലയാളം പഠിച്ചോ? ആ മാളി ചേട്ടാ. മാളച്ചേട്ടനോ? പഠിച്ചോ? കുറച്ച് പഠിച്ചു ചേട്ടാ. കുറച്ച് പഠിച്ചു. ഞാൻ ഇതുവരെയായിട്ട് ഒരു തുള്ളി ഹിന്ദി പഠിച്ചിട്ടില്ല, മനസ്സിലാക്കണം. ഞാൻ നിന്നെ മിഷനെ കയറ്റി അടിപ്പിച്ചാൽ നീ 6 ദിവസം കൊണ്ട് തയ്യൽക്കാരനാവും. എന്റെ പണി പോവോ? ചേട്ടാ 6 മാസമായി ചേട്ടാ, സൂചി നൂല് കോർക്കാൻ പോലും പഠിച്ചിട്ടില്ല ചേട്ടാ. സൂചി നൂലും കോർക്കാൻ പഠിച്ചിട്ടില്ല? എടാ ഇതൊക്കെ എന്ന് പറഞ്ഞ ഏകാഗ്രതയാണ്. ഒരു പണി നമ്മൾ ബന്ധപ്പെടുമ്പോ അതിന് ഏകാഗ്രത വേണം. ഇതുവരെയായിട്ട് സൂചി കാട്ട് ഇങ്ങനെ എങ്ങനെ സൂചി കോർക്കും? നമ്മളിതേ ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ടാ ഇങ്ങനെ അങ്ങിട്ട് പിടിച്ച് ഇതാണ്ടോ, ഇത്രേ ഉള്ളു പരിപാടി. അപ്പൊ സൂചി ചേട്ടാ? സൂചി ഇല്ല ചേട്ടാ. ഞാൻ ഇന്നെങ്കിലും ഈ മെഷീനിൽ കയറി നടിക്കട്ടെ ചേട്ടാ. മെഷീനിൽ കയറി അടിക്കാൻ ഞാൻ റബ്ബർ ഷീറ്റോ? ചേട്ടാ എത്ര നാളായി ചേട്ടാ, ചേട്ടൻ ഒരു പണിയും പഠിപ്പിക്കുന്നില്ലല്ലോ ചേട്ടാ. എത്ര നാളായി ചേട്ടാ? രമണി ചേച്ചി ഇല്ലേ? രമണി ചേച്ചി. രമണി ചേച്ചി നമ്മുടെ ഇങ്ങനെ ഇരിക്കണ രമണി ചേച്ചി. തമ്പുരല്ല ചേട്ടാ, സരക്ക്. എടാ സരക്കെന്ന് പറഞ്ഞാൽ മലയാള പെണ്ണുങ്ങൾ അല്ല ചേട്ടാ, സരക്ക് കൊണ്ട് തന്നില്ലേ രമണി ചേച്ചി? രമണി ചേച്ചി കംപ്ലൈന്റ് പറഞ്ഞു ചേട്ടാ. എന്നാന്ന്? രമണി ചേച്ചി ഇട്ട ബ്ലൗസ് അടിച്ചിട്ട് അത് അളവ് പാകമാകുന്നില്ല, രമണി ചേച്ചിയുടെ അനിയത്തിക്ക് പാകമാകുന്നു പറഞ്ഞു ചേട്ടാ. അറിയാവുന്ന അളവിലല്ലടാ എനിക്ക് അടിക്കാൻ പറ്റും. എനിക്കറിയാവുന്ന ചോദിക്കുക ചേട്ടാ. അറിയാൻ മേലത്തെ കാര്യം നീ എന്തിനാണ് എന്നോട് ചോദിക്കണേ? എനിക്കറിയാവോ? അറിയാവുന്ന ചോദിക്കാമോ ചേട്ടാ? അറിയാവുന്ന നീ എന്തിനു ചോദിക്കുന്നത്? നിനക്ക് അറിയാലോ ചേട്ടാ. ആളുകൾ കംപ്ലൈന്റ് പറയുന്ന ചേട്ടാ, ഫേമസ് ടൈലർ ഫേമസ് ആവുന്നില്ല, ചേട്ടന്റെ കോസ്റ്റ്യൂം ഒക്കെ പഴയ മോഡലാണ്, ന്യൂ ജനറേഷൻ അല്ലാന്ന് പറയുന്നു ചേട്ടാ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ കടനെ കുറ്റം പറഞ്ഞ കൊല്ലും ഞാൻ. എടാ എന്റെ കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞാൽ അപ്പുമാരുടെ ഇട്ട കോസ്റ്റ്യൂംസ് ഇത്. അതാ ഒരു മനസ്സേട്ടാ. നിന്റെ കളിച്ച മഞ്ഞ ചോറിനൊക്കെ നല്ലതായത് അറിയാലോ. എടാ അത് ബാലങ്ങനാർക്ക് എം എൻ എംബാർക്കൊക്കെ എന്റെ അപ്പൻ അടിച്ചു കൊടുത്ത സാധനം ഇത്. ഈ അടുത്ത ജനറേഷൻ വരുമ്പോ ജൂനിയർ ജനറേഷൻ വരുമ്പോ ചിലപ്പോ ഈ സാധനം തിരിച്ചു വരും ചേട്ടാ. അത് ഞാൻ ബ്രായ്ക്ക് വള്ളി എടുത്ത ചേട്ടാ. ബ്രായ്ക്ക് വള്ളിയിട്ട ബ്രീ എന്നായി പോവുകയില്ല. ആ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും വില ഉണ്ടാവുമോ? നീ വള്ളി ഇടണ്ട കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേട്ടാ? ഒരു പണിയുമില്ല ചേട്ടാ ഇവിടെ. 6 മാസമായി ഇവിടെ വന്നിട്ട്. എടോ ഞാൻ മുള്ളി പോയാലോ, നീ പേടിപ്പിക്കണം. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പണി തരുമ്പോ ചേട്ടാ? എടാ എന്തെല്ലാം പണി ആയിട്ട് തേക്കണത്? തേക്കാനോ? തേക്കാനത്തെ ഈ തേപ്പ് വെട്ടി ചൂടാവുന്നില്ല. തേപ്പ് വെട്ടി ചൂടാവുന്നില്ല. ചൂടാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ മതി. ഇങ്ങനെ എന്നിട്ട് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാൽ ചൂടായിക്കോളും. 6 മാസമായിട്ട് പണി തരുള്ളൂ. ഒരു പണി സാറിന്റെ തല തന്നെ താരനാണ്. ഇങ്ങനെ തല താരനൊന്നും അല്ലടാ, രാവിലെ കുളിച്ചിട്ട് രാസ്നാഥ് ഇട്ടോണ്ട് വരുന്നത്. കാലി എന്തോ പറ്റി നീ ആരോടും പറയണ്ട. നമ്മുടെ കോൺസ്റ്റബിൾ ലീലാമണി ഇല്ലേ? ലീലാമണി സെല്ലിന്റെ അകത്തോട്ട് കയറിയപ്പോ ഞാനും പുറകെ ഒന്ന് പോയതാ. അവൾക്ക് അത് പിടിച്ചടച്ച കാലം അതിന്റെ ഇടയ്ക്കായി പോയി. അങ്ങനെ എന്തോ ഒരു ചെറിയൊരു വിഷയം. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് സാധനം എത്തിച്ചാനല്ലോ. ഞാൻ നിന്നെ കാണാൻ തന്നെ വന്നതാ. നിന്റെ മുഖത്ത് നോക്കി 2 കാര്യം പറയാൻ വന്നതാ. ഞാൻ എന്റെ പിള്ളേരുടെ യൂണിഫോം ഇവിടെ തയ്ക്കാൻ കൊണ്ട് തന്നായിരുന്നോ? നീ അത് ആ യൂണിഫോമത്തിന് എന്താ കളറായത്? വെള്ള ഷർട്ടും നീല പാന്റും. വെള്ള ഷർട്ടും നീല പാന്റും. നീ അടിച്ചു വെച്ചിരിക്കുന്നത് നീല ഷർട്ടും വെള്ള പാന്റും. എന്റെ കൊച്ചു സ്കൂളിൽ പോയ അസംബ്ലിക്ക് നിന്ന് നാണം കെട്ടുപോയി, ഒറ്റപ്പെട്ടു പോയി എന്റെ കൊച്ചു. അറിയാമോ? ആ ഹെഡ് മാസ്റ്റർ വിളിച്ച് എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? സാറേ ഈ അസംബ്ലി എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റ് ഉണ്ട്. ആ 5 മിനിറ്റ് ഒന്ന് തലം കുത്തി നിന്നാ കാര്യം തീരുമല്ലോ. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാ ഞാൻ അല്ലേ നീ ഞാൻ തയ്ക്കാൻ തന്നെ പാന്റ് ഇതൊക്കെ റെഡിയല്ലേ? നേരത്തെ റെഡിയാക്കി വെച്ചേക്കുമല്ലേ? അത് തയ്ച്ചല്ലേ? അപ്പൊ ഇതിന്റെ എന്തുവായി? എന്റെ ഇപ്പോ ഞാന്ന് വെച്ചാ പറയാ ചായ കുടിക്കാണെങ്കിൽ നന്നായി. അത് മതിയാ? രൂപയുണ്ട്. 10 രൂപ? ചായക്ക് 10 രൂപയൊക്കെ ഉള്ളത്. ഞാൻ 400 ചായ കുടിക്കും. ഞാൻ ഡെയിലി 10 രൂപ വെച്ച് കൊണ്ട് തരാം. ഇപ്പം ബംഗാളിയാണ്. ബംഗാളിയാ? എന്നാലും വഴക്കാളിയാവൻ. ഇവന്മാരെയൊക്കെ സൂക്ഷിച്ചോണം. ഇവന്റെ ആധാർ മേടിച്ച് വെച്ചോണം. ആധാറോ? ഇവന്റെ ആധാരം പണയം വെച്ചാ ഞാൻ ഈ കട സെറ്റപ്പ് ചെയ്തേക്കാം. വീട്ടിലെങ്ങും ഇല്ലാതായി പോയി ബംഗാളികൾ. ചേട്ടാ തണ്ടക്ക് തള്ളക്ക് വിളിച്ചിട്ട് ചൂടാവുന്നില്ല ചേട്ടാ. തന്തയ്ക്ക് തള്ളക്ക് വിളിച്ചിട്ട് ചൂടാവുന്നില്ല. അതെങ്ങനെയാണ് ചൂടാകാതിരിക്കാൻ? പേടിയാണല്ലോ. ചൂടായാ? ചൂടാകുന്നില്ല. ഇല്ല. ഇതെന്നെ കംപ്ലൈന്റ് ചേട്ടാ. പഴയതല്ലേ?
ആഹാ ഇതെന്നാടാ കുത്താൻ മറന്നുപോയി ചേട്ടാ. കുത്താൻ മറന്നുപോയി. രാവിലെ തിന്നാനുള്ള ചപ്പാത്തിയും കിഴങ്ങേറിയും മഞ്ഞച്ചോറ് നീ മറന്നോ? ഇല്ല, അത് മറന്നില്ല. അല്ലേ അതെ. വേറൊരു കാര്യം. എന്നാ ചേട്ടാ? ആ റൗഡീനെ അറിയോ? ഡ്രാക്കുള തമ്പി. ആളക്കുളേ? ലാളക്കുളയല്ല, ഡ്രാക്കുള തമ്പി. അവനിങ്ങ് വരും. അവന് വാഴപ്പല കേസിന് ഞാനാണല്ലോ മുഖ്യ സാക്ഷിയായത്. സിന്ദഗി സബ്സെ ബഡി കിലാടി കിലാടി ഉൻകി കിലാടി സെ നാ തേരി ഹസോ. അത്രയൊന്നും ഇല്ലെന്ന്. ഇല്ല ശരി. അവനിങ്ങ് വരും. അവനിങ്ങ് വന്നാൽ ഞാനിവിടെ ഇല്ലെന്ന് പറയണം. എന്ത് പറയും? ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. നീ അല്ല, ഞാനിവിടെ ഇല്ലെന്ന് പറയണം. പറയാം ചേട്ടാ, പറയാം. എന്താണ്? അതല്ല, ഞാൻ അടുത്ത കമ്മിറ്റിക്ക് ശരിയാക്കി തരാന്ന്. ശരി. അതെ, പഞ്ചായത്തിൽ പുതിയ ചീന്തുടി വാഴ വന്നിട്ടുണ്ടെന്ന് കേട്ടു. വാഴ തീർന്നു. ചേനയുണ്ട്, അത് മതിയാ. ചേന വേണ്ട, ചൊറി. അത് വലിയ പ്രശ്നമാണ്. അതെ, ഞാൻ വന്നതേ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളുടെ കല്യാണം ഒന്ന് പോണം. അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ്. വിളിച്ചില്ല എങ്കിലും എടാ എന്റെ പഴയ ഷർട്ടിങ്. അതെ, എവിടെ പോണ്? കല്യാണത്തിന് പോണെന്ന് പറയും. അയ്യോ, അതല്ല, കല്യാണത്തിന് എനിക്ക് പോണം. ഒരു ബ്ലൗസ് തയ്ച്ചു തന്നെ. അത് ശരി. ബ്ലൗസ് വെച്ച് തന്നെ അല്ലേ? 10 മിനിറ്റ് കൊണ്ട് വെച്ച് തന്നെ കേട്ടോ. അപ്പൊ അളവെടുക്കണ്ടേ? പിന്നെ വേണ്ട, അളവെടുക്കണ്ടെന്നോ? അളവെടുക്കണ്ടേ ചേട്ടാ? അതൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകും. മലയാളത്തിൽ അളവെന്ന് പോയില്ല. അളവെടുക്കാൻ എനിക്കറിയാം. ഇങ്ങോട്ട് വാ. ഒരു പണി ചെയ്യിപ്പിക്കല്ലോ ചേട്ടാ. അതെ, ഒന്ന് കാണിച്ചേ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിപ്പോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയൊക്കെ തന്നെ അളവെടുത്തത്. ആ ബ്ലൗസ് ആ കൊളോക്കി വെച്ചേക്കണത്. ഒന്ന് നോക്കട്ടെ, എന്തോന്ന് എഴുതി വെച്ചേക്കണെന്ന് എനിക്ക് അറിയണമല്ലോ. ഇതെന്തോന്ന് ഇത്? കഴുത്ത് കൊള്ളാം, തരക്കേടില്ല, കൈവണ്ണം സൂപ്പർ. എന്തൊരു വൃത്തികേടാണോ ഇത്? ഞാൻ ഈ അളവെടുത്തോണ്ടപ്പോ എന്റെ മൂടൊന്നങ്ങ് മാറിപ്പോയി. അയ്യോ വേണ്ട, സൂയിക്കണ്ട. ഞാനേ അളവ് ബ്ലൗസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇങ്ങോട്ട് തയ്ച്ചു തന്നാൽ മതി കേട്ടാ. ഇതാണ് തയ്ക്കാനുള്ള തുണി. ഇതാണ് അതിന്റെ അളവ് ബ്ലൗസ്. ഇതേ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചതാണ്. ഇതൊന്നിനും കൊള്ളൂലൂടെ. ഇതൊന്ന് ശരിയാക്കി വെക്കതൊക്കെ. ശരിയാക്കി വെച്ചോളാം. എപ്പോ തരും? ഞാൻ ഒരു 1/2 മണിക്കൂറിൽ എത്തിക്കും. തയ്ച്ചു തന്നെ ഞാൻ ഇട്ട് നോക്കിയിട്ടേ പോവുള്ളൂ കേട്ടോ. അതിനുള്ള റൂമിന്റെ അകത്തുണ്ട്. ധൈര്യമായിട്ട് ഇട്ട് നോക്കാം. അന്ന് ഞാൻ ബ്ലോക്കിൽ പോയതിനേക്കാൾ മുമ്പ് ശരിയാക്കി വെക്കോ? ബ്ലോക്കിൽ പോയിട്ടല്ലേ? അപ്പൊ വൈകുന്നേരം ആവും. നല്ല ബ്ലോക്ക് കിട്ടും. ഞാൻ പോണ്ട, ശരിയാക്കി വെച്ചോളണം. ചേട്ടാ എന്താ പറയുന്നത് ചേട്ടാ? കിലാടി കിലാടി. എവിടാ നിന്റെ മുതലാളി? എവിടാ നിന്റെ മുതലാളി? എവിടാ നിന്റെ മുതലാളി? എവിടാ നിന്റെ മുതലാളി? ഞാൻ ആരാന്നറിയാം നിനക്ക്? ഈ പാട് കണ്ട ഫോട്ടോച്ചിലിട്ട് ഒരുത്തം വെട്ടിയതാ. പിറ്റേ ദിവസം പൊങ്ങിയവൻ. ഈ പാട് കണ്ട ചെറായി ബീച്ചിന്റെ അടുത്തോട്ട് വെട്ടിയതാ. പിന്നെ അവൻ ഈ ആണ്ടിൽ അവൻ തൂറ്റി നിർത്തിയിട്ടില്ല. അതുപോലെ ഞാൻ ചവിട്ടി. എന്നോട് ഒരു കാര്യം ചോദിക്കുമ്പോ മിണ്ടാതിരിക്കുന്നതാ. अरे भाई मलयालम नहीं मालूम, थोड़ा थोड़ा मालूम, मेरा समझा नहीं है. क्या बोला भाई? ഒരു കാര്യമല്ല, ഉള്ള വെട്ടിത്തം മുഴുവൻ വിളിച്ചു പറഞ്ഞു. ഇതിന് തല്ലാനും പറ്റൂല. തല്ലിക്കഴിഞ്ഞ എന്തിനാ തല്ലിയെന്ന് ചോദിച്ചാ പറയണ്ടേ ഹിന്ദിയിൽ. അരേ തും ചോട്ട് അറിയാവുന്നല്ലേ? നീ കൂടുതൽ കഴിച്ചാണല്ലോ. നിന്റെ ഭാര്യ ഞാൻ വെട്ടിക്കണ്ടിച്ച് പീസ് പീസാക്കും. നീ ഒരു കാര്യം ഓർത്തോ, അവൻ പറയുമ്പോ പറഞ്ഞാൽ ഇനി ഞാൻ വന്നാൽ അവനെ ഞാൻ പീസാക്കി കളയുന്നു കേട്ടാ പുല്ലേ.
എന്താ കളിക്കലടാ കളിക്കലടാ. ആ നിനക്കറിയോ നിസാര എഴുത്തല്ല ഞാൻ ചെയ്യണത്. ഹലോ ഇവിടം വരെ വരേണ്ടി വരും. പഴയ പ്രശ്നം തന്നെ. കുളിക്കട ഫേമസ് കട ഇപ്പൊ വരുവാ പിള്ളേര്. ഈ തമ്പിനെ തൊട്ടാണല്ലോ നിനക്കെന്റെ പേരയോ ഡ്രാക്കുള തമ്പി. തമ്പീനാ അറിയോ പുല്ലേ? ആശാവോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മൂർച്ചയുള്ള കത്തി കൊണ്ട് നടക്കരുത്. അവൻ കേൾക്കുമ്പോ പറഞ്ഞു. ആശാവോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ മൂർച്ചയുള്ള കത്തി കൊണ്ട് നടക്കരുത്. വന്ന പണി നോക്ക്. എന്നും ഇത് തന്നെ വരും. സിമ്പിൾ സാധനമുള്ളൂ. നിനക്കറിയാ എന്റെ മേത്തൊരു പോർണ വെച്ചാൽ ഇവനൊക്കെ ഒരാവശ്യമില്ല. ഇന്നെ ഞാൻ എടുത്തോട്ടാ പുല്ലേ. മണിസേട്ടാ മണിസേട്ടാ പോയി സെട്ടാ. പോയോ? പോയി കിലാടി പോയി. പോയില്ലെങ്കിൽ കാണാറുന്നു. എന്നാ സെട്ടാ? എന്റെ ശവം